നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മൾ ചെയ്യുന്ന ഗെയിമിലാണ് സ്പൂൺ പീസസ്, ഫോർക്ക് പീസസ്, ചോപ്പ് സ്റ്റിക്സ് ചാലഞ്ച്. ഒരു എക്കോ അടിച്ചു ഇതൊരു മുഴക്കം. അപ്പൊ എന്താണ് അമ്മ ഇന്നത്തെ ഗെയിം? അറിയാമോ എന്താന്ന്? അറിയത്തില്ല. ഇതുകൊണ്ട് തിന്നാൻ വേണ്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ ഗൈസ്. ഒരേ ടൈപ്പിലുള്ള ഫുഡാണ് നമ്മൾ 3 പേര് എടുക്കുന്നത്. അതിൽ നമ്മൾ സ്പൂൺ വെച്ചും കഴിക്കും, ഫോർക്ക് വെച്ചും കഴിക്കും, ചോപ്പ് സ്റ്റിക്ക് വെച്ചും കഴിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ഗെയിം നാളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത് അമ്മയാണ് ഗൈസ് നമ്മുടെ ഇര. നമ്മയാണ് ഇര. അപ്പൊ ആർക്കാണ് സ്പൂൺ കിട്ടുന്ന ആൾക്കാർക്ക് ലക്കായിരിക്കാം. ചോപ്പ് സ്റ്റിക്ക് ഞാൻ ഇന്നേ പറയാം. ലക്ക് ആർക്കായിരിക്കും? ഇല്ല ഗൈസ്, അവനെ അത്ര ലക്കില്ല. ഓവർ കോൺഫിഡൻസ്. ഇന്ന് രാവിലെ എണീറ്റപ്പോഴേ എനിക്ക് തോന്നി ഇന്ന് അത്ര ലക്കുള്ള ദിവസമല്ല. അതങ്ങനെ. അപ്പൊ ഗൈസ്, നമുക്ക് നേരെ ഇവിടെ പോവാം. അപ്പൊ നമ്മൾ 3 പേരും ഇവിടെ വന്ന് ഇരുന്നിട്ടുണ്ട്. ഈ ഫുഡിനകത്ത് എന്താണ് എന്താണെന്നൊന്നും നമുക്ക് അറിയില്ല. അച്ചോടെ എല്ലാം കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഗെയിം നമ്മൾ 1, 2, 3 start. ഗൈസ്, ഞാൻ എന്ത് പാവം ചെയ്തു. ഞാൻ എന്ത് പാവം ചെയ്തു. എനിക്ക് ചോപ്സ്റ്റിക്ക് ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. ചുള്ളിക്കാൻ പോയി തിന്നാ നമ്മൾ തുറക്കാൻ പോവാട്ടോ. റെഡി? 1, 2, 3 സ്റ്റാർട്ട്. പൊറോട്ട ബീഫും അടിപൊളി. എന്താ പ്രവീണ നീ ഇങ്ങനെ? പഠിച്ചാണോ നീ? സത്യം പഠിച്ചില്ല. യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. നിന്റെ പേരെന്തോന്ന്? റോക്കി ബായ്. നിനക്ക് എന്തോന്ന് വേണം? ദുനിയ ഹെവി ഡ്യൂട്ടി ആയിട്ട് മണ്ടല് വല്ല ദോശ എങ്ങനെ ആക്കിയാ പോരായിരുന്നു. എനിക്ക് പഠിച്ചില്ലടാ. എടാ നീ പഠിച്ചില്ലടാ, നോക്കില്ലടാ നീ. ഞാൻ നോക്കില്ല. ഇവ ഇന്നലെ കൊണ്ടുവന്ന് പ്രാക്ടീസ് അങ്ങണ്ടായിരുന്നു ഇത് വെച്ചിട്ട്. നിങ്ങൾക്കല്ല പാട്, നിന്റെ അമ്മയ്ക്കാണ് പാട്. മുഖത്തുമില്ല കേറുന്നില്ല, ഇങ്ങോട്ട് വരുന്നില്ലല്ലോ ഇതിനകത്ത്. അമ്മ കണ്ടമ്മ നോക്കും. ചോപ്സ്റ്റിക്ക് എല്ലാരും ചിരിച്ചില്ല. ഞാനാണ് ഗായ്സ്, എല്ലാരും ഞാൻ വിഷമിച്ചു കേട്ടോ. പൊറോട്ടാണ്. പണി കിട്ടി കിട്ടി പഠിച്ചു കേട്ടോ. കൈയടി. പണി കിട്ടി കിട്ടി നമ്മൾ പഠിച്ചു കേട്ടോ. കോപ്പി ചെയ്യാൻ പറ്റില്ല. നിന്റെ അമ്മ കെട്ടിന്റെ പണിയായി. അവര് മീൻ കഴിക്കും. അടിപൊളി പൊറോട്ട, അടിപൊളി. ചോപ്സ്റ്റിക്ക് വെച്ചപ്പോ നമുക്ക് പൊറോട്ട വീട്ടിൽ കഴിക്കാൻ പറ്റും. ഇത് എന്തോ നമ്മ ഇത് തുണിയൊക്കെ കേട്ടോ. അത് കേറണ്ട. അതാ അടിപൊളി. ഇത് നോക്കണ്ട, തരൂല. വല്ല നടക്കുവോ? കുറെ നേരം കൊണ്ട് ചക്രശ്വാസം വലിക്കുന്നു. കൈ വെച്ചല്ലേ അച്ഛ കുത്തി ഇറങ്ങി. ചോപ്സ്റ്റിക്കും വെച്ച് നമുക്ക് പൊറോട്ട ബീഫും കഴിക്കാം. പക്ഷെ ഞാൻ വിചാരിച്ചപ്പോ പാട് പെടുവന്നു. അപ്പോ ഫസ്റ്റ് റൗണ്ടില് ഞാൻ വിജയിച്ചിരിക്കുന്നു. ഞാൻ അതുപോലെ സെക്കൻഡ് പ്രൈസ് കൊച്ചുവിനാട്ടോ. അമ്മ കഴിച്ചില്ലല്ലേ? കഴിച്ചില്ല. അപ്പൊ ആദ്യത്തെ കളി എനിക്ക് ചോപ്സ്റ്റിക്ക് കിട്ടിയെങ്കിലും സംഭവം ഞാൻ ഉഷാറാക്കിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു സ്പൂണ് വെച്ച് ഭയങ്കര ടഫായിരുന്നു അമ്മ. സ്പൂൺ വെച്ചിട്ട് കഴിക്കാം. നല്ല ടഫായിരുന്നു. അപ്പൊ പോയി നെക്സ്റ്റ് റൗണ്ട് കഴിച്ചു. റെഡി കൊണ്ട് തിരിച്ചായിട്ട് അതൊക്കെ പറയും. 1, 2, 3 start. അറ്റാക്ക് ചെയ്ത് ഗൈസ്, എനിക്ക് സ്പൂണാണ്. എനിക്ക് വീണ്ടും ഫോർക്ക്. അമ്മയ്ക്ക് ചോപ്സ്റ്റിക്ക്. ഞാൻ എന്തിനാ ഈ ആഹ്ലാദിക്കുന്നേ?
ഞാൻ എന്തിനീ ആഹ്ലാദിക്കുന്നത്? സാധനം Ready, 1, 2, 3, start. പഴം. നീ ഇത് വെച്ചത് എങ്ങനെ പൊളിക്കും? ഇതെല്ലാം പാടാട്ടോ എനിക്ക് തോന്നുന്നു. Okay guys, അപ്പൊ ഞാൻ സ്പൂൺ എടുക്കാൻ പോവാണ്. എന്റെ ഫോട്ടോ അമ്മ കഴിക്കുന്ന നമുക്ക് കാര്യം നോക്കാം guys. എങ്ങനെ പഴം പഴം പൊളിക്കണം. പൊളിക്കണം. ഒരു കൈ ഉപയോഗിക്കാൻ പറ്റും. പാടത്തിടും. ഇവിടെ ചോപ്സ്റ്റിക്ക് നൊടിയും കേട്ടോ. വേറെ ഐഡിയ ഉണ്ടോ? ആ തൊലിയോടൊക്കെ തിന്നി. എങ്ങനെയായാലും ഒരെണ്ണം വെച്ച് കഴിച്ചാൽ മതി. എന്റെ അമ്മ നിങ്ങൾ ഒന്നും പറയരുത്. അത് ഐഡിയ അവരവരെ ഐഡിയ ആണ്. കണ്ട ഇപ്പൊ വിജയിക്കുമ്പോ നോക്കിയോണേ. ജയിക്കൂടാ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കരുത്. ബെറ്റർ. അമ്മ തിന്നാ അമ്മാനിയാണോ പശു ഇതാണല്ലേ പഴമൊക്കെ തിന്നുന്നത് ഇല്ലേ? തൊലിയൊക്കെ തിന്നല്ലേ? ഇത് പറ്റല്ല. ഒരു കൈ ഉപയോഗിക്കാൻ ഗായ്സ്. വാശിയേറിയ മത്സരം ഗായ്സ്. പിടിക്കേണ്ടടുത്ത് തന്നെ പിടിച്ച് നീ വീണ്ടും നുഴഞ്ഞു കേറിയല്ലേ? ഉരുട്ടി വിഴുങ്ങവൻ എഴുന്നേക്കണോ ചേച്ചി? വല്ല ഗിന്നസിലങ്ങനെ വിടാം. ഞാൻ പഴത്തിനെ കുത്തി കീറി കേട്ടോ. ഞാൻ തൊഴിച്ച പോലും ഇല്ല guys. ഞാൻ കുത്തി കീറി. ചോപ്സ്റ്റിക് ഉള്ളവരാണ് ജയിക്കുന്നേ. അതെന്താ അങ്ങനെ? എനിക്കറിയാൻ വയ്യ. ഒരു പഴം തിന്നാൻ പോലും അറിയത്തില്ല. എന്തൊരു സയൻസുകൾ. ഓ കണ്ണു പോലെ. അത് തൊലിയുന്നത് പശു. കുളമായോ? ഇതാണ് എനിക്ക് തൊലിയില്ലാത്ത പഴം മതിയായിരുന്നു. നിന്റെ അമ്മയെ സമ്മതിക്കണം. അമ്മ സമ്മതിക്കണമ്മ. അമ്മ എങ്ങനത്തുമ്മ? അമ്മ തൊലി കിട്ടുന്നമ്മ. പഴത്തിന് തൊലി കുറവ്. പഴത്തിന് തൊലിയില്ല. അമ്മ തൊലി തിന്ന കേട്ടോ. ബിന്ദു പശു പ്രവീൺ ആട് കൊച്ചു കോഴി കൊച്ചൊത്തിരിയുണ്ട്. പഴത്തേട്ട് ചുറ്റി കറങ്ങി. ഞാൻ ജയിച്ചു കഴിച്ചു. അവന് എപ്പോഴാ അമ്മ അത് തിന്നണ്ട. അത് എന്നിട്ട് അമ്മ മതി മതി. ബാക്കി നമുക്ക് പശുവിനും കൂടി കൊടുക്കാം. അമ്മ തിന്നാ പശുവിന് പോലും ഞാൻ കൊടുക്കാൻ നിമിഷം വരെ കൊണ്ടാണ് തിന്നത് കേട്ടോ. ആ സത്യം കഴിച്ചു. സിംഗപ്പെണ്ണേ സിംഗപ്പെണ്ണേ. അടുത്തന്നെ എന്തൊരു കിട്ടുന്ന. എനിക്ക് അടുത്ത പ്രാവശ്യം ചോപ്സ്റ്റിക് വേണം ഗൈസ്. അപ്പൊ ഗോയിങ് ടു നെക്സ്റ്റ് റൗണ്ട് ഗൈസ്. അതെ. അപ്പൊ ഗൈസ് നമ്മൾ അടുത്ത റൗണ്ടിലോട്ട് പോവുകയാണ്. അപ്പം കഴിഞ്ഞ റൗണ്ടില് അമ്മ ജയിച്ചു. അപ്പൊ ഞാനും അമ്മയും തമ്മിൽ സമാസമമാണ് കളിക്കുന്നത്. കിട്ടിയില്ല ഗൈസ്. കഴിഞ്ഞ വീഡിയോയില് ഞാൻ ഇത് വേൾഡ് ലക്കിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞാണ് കേട്ടോ. 1 2 3 set. എന്തോ സാധനം അറിയാൻ വേണ്ടി. 2 3 start. ഐസ്ക്രീം. എളുപ്പമാണല്ലോ തിന്നാൻ. സ്വഭാവം തിന്നുന്നത്. അടപ്പൊക്കെ അങ്ങോട്ട് മാറ്റി ചെടികളാ. അത് വരുന്നില്ല. ദാണ്ട ഇങ്ങനെ കുടിക്കാവോ? പാത്രത്തിൽ അപ്പൊ ഞാൻ പൊട്ടലാടാ. അത്തന്നെ കംപ്ലീറ്റ് ചെയ്ത്. ഇത്ര മൂക്ക് കൊണ്ട് ഇത്ര തിന്ന. പോയി. അപ്പൊ ഗൈസ് വിജയിച്ചിരിക്കുന്നത് പ്രവീണാണ് ഗൈസ്. സ്പൂൺ കിട്ടിയ പൊട്ടൻ. അല്ല ഗൈസ്, എല്ലാരും ചെക്ക് ചെയ്ത് അച്ഛൻ ചെക്ക് ചെയ്ത് ആരായിരുന്നു ആദ്യം കുടിച്ചത്? നീയാണ്. ഞാനാണ്. എനിക്ക് ഇത് പറ്റില്ല. ഇങ്ങനെ എടുത്തിട്ടേ ഇത് മൊത്തത്തിൽ വായിലോട്ടിട്ടൊക്കെ ചവച്ചാൽ
ഇന്നത്തെ ദിവസം പോരാ പോരാ. അപ്പൊ ഗൈസ് ഗോയിങ് ടു നെക്സ്റ്റ് റൗണ്ട്. സ്കോർ നില 2-1-0. എങ്ങനെ 0. അപ്പൊ നമ്മൾ അടുത്ത റൗണ്ടിലോട്ട് പോവാണ് ഗൈസ്. ഈ റൗണ്ട് എന്റേതാ. അത് മണിക്കല്ലേ 1 2 3 start. ഇടത്താ. രണ്ടുപേരും കൂടി ലോക്ക് 1 2 3 start. രണ്ടെണ്ണം വേണോ? സ്പൂണും ചോപ്സ്റ്റിക്കും വേണോ? Again chopstick guys. ആഗ്രഹം കാണിക്കല്ലേ പിള്ളാരെ ചൂരിൽ വെച്ച്. 3 start. ലേസ് മഞ്ഞ ലേസ് നല്ല അടിപൊളി മഞ്ഞ. ഇത് വെച്ചെങ്ങനെ കഴിക്കും? ready to eat guys. ഇത് ഇങ്ങനെ വെച്ച് പൊട്ടിച്ചൂടെ? സ്പൂണല്ല യൂസ് ചെയ്യാവോ? കൈ വെക്ക്. ഇല്ല. ഇതിന്റെ മാലപ്പടക്കം. ഇവിടെ എന്തുപോലെ പട്ടിണിയായിരുന്നു ഇവിടെ 10 ദിവസം. ഇവിടെ എല്ലാ ദിവസവും ഫുഡ് കഴിക്കുന്നതാണല്ലേ. കൈ വെക്ക്. വിട്ടു കൊടുക്കില്ല എന്ന് ഉറപ്പ് പ്രഖ്യാപിച്ചു. കോച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കൊച്ചു എന്തുവാണോ നിനക്ക് വയ്യേ? ടേബിളൊക്കെ നീങ്ങി പോന്നു ഗൈസ്. ഈ ടേബിളൊക്കെ നീങ്ങുന്നു. നീച്ച് വെക്കൂ. മൊത്തം പൊടിഞ്ഞു. പ്രവീണ നല്ലൊരു മാർഗമുണ്ട്. ആ കവറും കൂടി വായിലെങ്കിൽ ഞാൻ ഫിനിഷ് ചെയ്തു. അമ്മയ്ക്ക് കൈയടിക്കാൻ പോലും നമ്മയില്ല ഒരു ലൈസ് അത്തേന്റെ കണ്ണില്. ഞാൻ ചോദിക്കേ എന്നെ ഇവിടെ നിൽക്കാൻ പോയെങ്കില് ഈ കല്ലേറുന്നത് ലേസർ ആദ്യമായിട്ടാ. ലേസ് ഭയങ്കര ടഫാണ് ഇത് വെച്ചിട്ട്. കണ്ടോ? അത് പാടാ. ഇത് എടുക്കുന്ന കാര്യം പാടാ അല്ലേ? അവള് തീർന്നു. അതങ്ങനെ പകുതി പോയില്ലേ വെളിയിൽ? എടുത്തോണ്ട് പോ. എനിക്ക് വേണ്ട. ഗൈസ് ഞാൻ തോറ്റു ഗൈസ്. ഇനിയുണ്ട് ഗൈസ് എന്റെ തോനെ. സെക്കൻഡ് അമ്മയുടെ പിന്നെ തോനെയുണ്ട് ഗൈസ്. സെക്കൻഡ് അമ്മ. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോവാം. ഈ പറഞ്ഞ നമുക്ക് തന്നെ വന്നോ. ഈ റൗണ്ട് എന്റെ ആയിരുന്നു. അപ്പൊ ലാസ്റ്റ് റൗണ്ട് ഗൈസ്. ഇനി അടുത്ത 1-1. വരാൻ പോകുന്ന ലാസ്റ്റ് റൗണ്ട് വരാൻ പോകുന്ന ലാസ്റ്റ് റൗണ്ട് ആണ് ഗൈസ്. എനിക്ക് 2 പോയിന്റ് അല്ല എനിക്ക് 2 പോയിന്റ്. അമ്മയ്ക്ക് 1 പോയിന്റ്. കൊച്ചുവിന് 1 പോയിന്റ്. അടുത്ത കളിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വിന്നർ ആരാണ്. ഇനി ഇവിടെ ഇരുന്നാൽ മതി. ഓക്കെ ഗൈസ് ഗോ ടു നെക്സ്റ്റ് റൗണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ലാസ്റ്റ് ലൗലോലിക്ക. അപ്പൊ ഗൈസ് നമ്മൾ ലാസ്റ്റ് റൗണ്ടിലേക്ക് കടക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താ പറയാ? ഓക്കെ എനിക്കിത് അമ്മയ്ക്ക് എന്താ എനിക്ക് ഫൈനലി ചോപ്സ്റ്റിക്. എനിക്ക് ഫോർക്ക് ഗൈസ്. 3 ഫ്രൂട്ടി. എല്ലാവരും ബാക്ക് കൈ കേട്ട് ഒരു കൈ തിന്നണ്ടേ? ഒരു കൈ വെക്കുക ബാക്കി വരയ്ക്കുക. റെഡി 1 2 3 സ്റ്റാർട്ട്. വിരൽ 4 നേരെ തിരിച്ചു താപ്പോട്ട്. അതിന്റെ ഗൈസ് ഞാൻ തുള ഇട്ടു കേട്ടോ. തുള ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി അയ്യോ ഇത് ഇറങ്ങിപ്പോയി. കളയാക്കൂല. മറ്റേ കൈ എടാ നത്ത. വിടില്ല. അത് ഭാഷയൊക്കെ ഗെയിമാണ് കേൾക്കുന്നത്. കൊച്ചു വേക്ക് കൈ പറ്റില്ല. ഇവിടെ എലിയൊക്കെ കരയുന്ന സൗണ്ട് ഇതെന്തൊരു ജീവി.
മറ്റേ അത് പറഞ്ഞു ഏതാ വിജയായി പ്രകടനം അത് പറയാ ഏത് അത് നമ്മള് വേണ്ടേ പറയാ നീ Guys, അപ്പോ പറഞ്ഞു ഇന്നത്തെ വിജയായി പ്രവീണിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ ഗൈസ് എന്തായാലും ഗെയിം ഒക്കെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സൂപ്പർ ഗെയിം അടിപൊളിയായിരുന്നു. ആയിരുന്നു, എൻജോയ് ചെയ്തു. അപ്പോ അതിവാശിയേറിയ ഒരു മത്സരമായിരുന്നു. സത്യം ഗൈസ് ഭയങ്കര സ്പിരിറ്റ് ആയിരുന്നു കേട്ടോ. ഗെയിം തുടങ്ങി കഴിഞ്ഞ് ഇവിടെ മുട്ട സ്പിരിറ്റ് ആണ്. അമ്മയൊക്കെ നിന്നെ അമ്മ സമ്മതിക്കണം. സത്യം കട്ടക്ക് നിന്ന്, കട്ടക്ക് നിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പഴം എനിക്ക് ഇപ്പോഴും അതിശയം, എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു ആ പഴം തിന്നെ. അമ്മ എങ്ങനെ അത് വെച്ചിട്ട് ചോപ്സ്റ്റിക്ക് വെച്ചിട്ട് എങ്ങനെ പഴം എങ്ങനെ കഴിച്ചത്? കന്നാലിയുടെ വർക്കമാണ്. കന്നാലിയുടെ വർക്കം. എന്തെല്ലാം കാണാൻ കിടക്കുന്നത് ഗെയിം കൊണ്ടിട്ട് അപ്പൊ ഹോപ്പ് ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ കാണുന്നവരെ ബൈ. സമ്മാനം എടുത്തോ ഏറെ നാളത്തെ പരിശ്രമത്തിന് ശേഷം പ്രവീൺ അങ്ങനെ ഒരു കളി ജയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വല്ലതൊക്കെ തിന്നാൻ കിട്ടി തിന്നാ സമ്മാനം